നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. എൻ്റെ അൾട്രാസ്റ്റാർടെക് എന്ന യൂട്യൂബ് ചാനലിലെ ഒരു ഫ്രഷ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ചെറിയൊരു അൺബോക്സിംഗ് ആണ്. അതിന് മുമ്പ് തന്നെ ഞാൻ പറയുന്നു, എൻ്റെ അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ എല്ലാവരോടും ഞാൻ പറയുന്നു. ഓക്കെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ എന്തായാലും നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ജസ്റ്റ് ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും, ചെറിയൊരു സ്മാർട്ട് വാച്ചാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ്. ഇപ്പോൾ റിവ്യൂ ഒന്നുമില്ല, ജസ്റ്റ് അൺബോക്സ് ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായി തന്നെ കാണുക. ജസ്റ്റ് ഇതിനെപ്പറ്റി ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരാം. റിവ്യൂ എന്ന് പറയേണ്ട, ചെറുതായിട്ട് കുഞ്ഞൊരു കുറച്ച് പോയിൻറ്റ്സ് മാത്രം പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പോൾ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് അതിനപ്പുറത്ത് കാണുന്നൊരു ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിടുന്ന ഇതുപോലത്തെ പുതുപുത്തൻ വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിൽ ഞാൻ എപ്പോൾ ഇടുന്നു അന്നേരം നിങ്ങൾക്ക് യൂട്യൂബിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, എന്തായാലും ഞാൻ അൺബോക്സിങ് പ്രോസസ്സിലേക്ക് കിടക്കുകയാണ്. ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് പാക്കിൽ ജസ്റ്റ് ഒന്നും കാണാൻ പറ്റില്ല, ജസ്റ്റ് പ്രൈസിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. ഫ്രണ്ടിൽ ഇങ്ങനെ സ്മാർട്ട് വാച്ചിൻ്റെ ഒരു ഇത് കൊടുത്തിട്ട് സ്മാർട്ട് വാച്ച് എന്ന ടൈറ്റിലുള്ളൂ. പ്രത്യേകിച്ച് വേറെ ബോക്സിലൊന്നും കാണാൻ കഴിയുന്നില്ല. ജസ്റ്റ് നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. സോ ഫ്രണ്ട്സ്, എന്തായാലും പറയാനുള്ളത്, എനിക്കൊരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നെയാണ്. ജസ്റ്റ് ഞാൻ വിചാരിച്ചു നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചുകൊണ്ടാണ് ഞാനിത് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും ജസ്റ്റ് അൺബോക്സ് ചെയ്യാം. ജസ്റ്റ് ബോക്സ് തുറക്കാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം സ്മാർട്ട് വാച്ചാണ്. അല്ലേ, ഇത് നമുക്ക് ജസ്റ്റ് എന്തായാലും ഒന്ന് മാറ്റി വെക്കാം. വാച്ച് കൊണ്ടിടാം. നമുക്കിനി കിട്ടുന്നത് ഒരു ബാറ്ററിയാണ്. വാച്ചിനകത്തുണ്ട് ഒരു 380 mAh ഒരു ബാറ്ററിയാണ്. പിന്നെ അതിൻ്റെ ചാർജിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 4.2 വോൾട്ടേജാണ്. നമുക്ക് നമ്മുടെ സാധാരണ വീട്ടിലെ ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇതിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് 3.7 വോൾട്ടാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ബാറ്ററിക്കകത്താണ് എഴുതിയിരിക്കുന്നത്. ജസ്റ്റ് ബാറ്ററി മാറ്റി വെക്കാം. പിന്നീട് നിങ്ങൾക്ക് ഒരു USB കേബിൾ കിട്ടുന്നുണ്ട്. നമുക്കിത് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ വീട്ടിലെ ചാർജർ ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ ചാർജ് ചെയ്യാം. ജസ്റ്റ് ഇതെല്ലാം മാറ്റി വെക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ഇനിയും നമ്മുടെ സ്മാർട്ട് വാച്ചിലേക്ക് വെക്കാം. ഓക്കെ, സ്റ്റൈലായിട്ട് തന്നെ കൊടുത്തിരിക്കുന്ന സ്റ്റിക്കറൊക്കെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ക്ലീൻ ചെയ്യാം. അപ്പം എന്താ റിമൂവ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ സ്മാർട്ട് വാച്ച്. ഓക്കെ, കുഴപ്പമില്ല, നല്ലൊരു ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ലുക്സ് ആയാലും കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് ജസ്റ്റ് എന്തായാലും ഒന്ന് റിമൂവ് ചെയ്യാം. ഒരു പ്ലാസ്റ്റിക് കവർ റിമൂവ് ചെയ്യാം. ഓക്കെ, ഡബിൾ. ഓക്കെ, 2 എണ്ണം ഉണ്ട്. ജസ്റ്റ് ഇതൊന്നേ ഉള്ളൂ, രണ്ടാമത്തെ ഇളക്കാൻ പോകണം. ഓക്കെ, നല്ലൊരു പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്, കുഴപ്പമില്ല. പിന്നെ നല്ല രസമുണ്ട്. ഓക്കെ, ജസ്റ്റ് എന്തായാലും ഇത് ബാറ്ററി ഇട്ടൊന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ബാറ്ററി ഇടാൻ പോകണം. ജസ്റ്റ് അതിന് ബാക്ക് സൈഡിലാണ് ബാറ്ററി ഇടുന്നത്. ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ, അതൊക്കെ പൊട്ടിക്കുന്ന സാധ്യതയൊക്കെ റിമൂവ് ആയിട്ടുണ്ട്. മാറ്റി വെക്കാം. ജസ്റ്റ് ഇവിടെ സിം ഇടാം നമുക്ക്. ഓക്കെ, ഇത് സിം സ്ലോട്ടാണെന്ന് തോന്നുന്നു. അതെ, സിം സ്ലോട്ടാണിത്. സോ ഫ്രണ്ട്സ്, എന്തായാലും ഇത് സിമ്മും ഇത് മെമ്മറി കാർഡ് സ്ലോട്ടുമാണ്. ഇവിടെ കാണാമെന്ന് തോന്നുന്നു, കാണാമല്ലോ. ഇത് സിമ്മും ഇത് മെമ്മറി കാർഡ് ഇടാനും ഒക്കെ ഉള്ളതാണ്. ജസ്റ്റ് എന്തായാലും നമുക്ക് ബാറ്ററി ഒന്നിട്ട് നോക്കാം. ക്ലിയർ ആവുന്നുണ്ടെന്ന് തോന്നുന്നു. ജസ്റ്റ് 3 പിന്നാണ്. ഓക്കെ, ഇതൊന്ന് അടയ്ക്കാം. ഓക്കെ, നമുക്കിനി ഇത് വർക്കാവുമോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സ്റ്റോപ്പ് ഓൺ ആക്കുകയാണ്. ഓക്കെ, സ്മാർട്ട് വാച്ച് എന്ന് അതിനെ ബ്രാൻഡോടുകൂടെ എഴുതാനുണ്ട്. കൊള്ളാം. ഓക്കെ, ടൈമൊക്കെ നമുക്ക് സെറ്റാക്കാം, കുഴപ്പമില്ല.
കൊള്ളാം, സ്മൂത്തായിട്ട് തന്നെ ഉണ്ട്. എങ്കിലൊരു ലാഗ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അത്രയ്ക്കില്ല എങ്കിലും. ജസ്റ്റ് ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഹോമിലോട്ട് മാറ്റാൻ പറ്റും. ജസ്റ്റ് ക്യാമറ ക്വാളിറ്റിയിലോട്ടൊക്കെ കിടക്കുകയാണെങ്കിൽ അത്രയ്ക്ക് വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ലെന്ന് വേണം പറയാൻ. ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് ക്യാമറ ഓക്കെ കാണാൻ തോന്നുന്നു. ഇവിടെ ഒരു ക്ലാരിറ്റി ഒക്കെ ഉള്ളൂ, അത്ര വളരെ ക്ലാരിറ്റി ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കാം. എന്തായാലും നല്ലൊരു സ്മാർട്ട് വാച്ചിനാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓഫാക്കാം. ജസ്റ്റ് 1 പ്രസ് ചെയ്യുമ്പോൾ നമുക്കിത് ഓഫാവും. ഓക്കെ, ഒരു പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ടൈം കാണിക്കും. ഞാൻ ടൈമെല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഹോമിലേക്ക് വരും. നമുക്ക് ജസ്റ്റ് എന്തായാലും ഞാൻ ടൈമൊക്കെ ഒന്ന് വെച്ച് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും കണ്ടില്ലേ, ഇപ്പോൾ ഞാൻ ടൈമൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പോൾ 6:17. നമുക്ക് ജസ്റ്റ് എന്തായാലും ഒന്ന് ഓഫാക്കി നോക്കാം, ഓണാക്കാം. ഓക്കെ, കുഴപ്പമില്ല. നമുക്കിവിടെ താഴെയായിട്ട് ഇവിടെ ഫ്രൈഡേ എന്ന് എഴുതിയിട്ടുണ്ട്. ഇന്നത്തെ ഡേറ്റും കാണാൻ തോന്നുന്നു. ഓക്കെ, ഫോക്കസ് ആവുന്നില്ല. എന്തായാലും ഞാൻ പറഞ്ഞു തരാം. ഈ എഴുതിയിരിക്കുന്ന ഫ്രൈഡേ എന്നും വെച്ചാൽ നമ്മുടെ ഡേറ്റും പിന്നെ 27-ാം തീയതി. ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ കാണാൻ കണ്ട ഫ്രൈഡേ എന്ന് എഴുതി കാണും. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. നമുക്ക് ലോങ് പ്രസ് ചെയ്യുമ്പോൾ ലോക്ക് ഓപ്പൺ ആവുന്നതാണ്. ഇതൊരു നല്ലൊരു സ്മാർട്ട് വാച്ച് തന്നെയാണ്, കുഴപ്പമില്ല. നമുക്ക് ഇടാനായാലും ഒക്കെ നല്ലൊരു ഫീൽ കിട്ടുന്നുണ്ട്. ഞാനത് എടുത്ത് നോക്കി, കുഴപ്പമില്ല. അപ്പം എനിക്കിതൊരു ഗിഫ്റ്റ് കിട്ടിയതാണ്. ജസ്റ്റ് അൺബോക്സിങ് അതുള്ള ചെറിയൊരു റിവ്യൂവിലൊക്കെ ഞാൻ പറഞ്ഞു തന്നത്. ജസ്റ്റ് പിന്നെ നമുക്കിവിടെ ഈ ബോക്സിൽ യൂസർ മാനുവൽ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതിനെപ്പറ്റി പഠിക്കാനും മറ്റുമൊക്കെ ഓൺ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും നല്ലൊരു സ്മാർട്ട് വാച്ച് തന്നെയാണ്. നമുക്കിത് ബ്ലൂടൂത്തോട്ടൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എൻ്റെ ഫോണോട്ട് കണക്ട് ചെയ്ത് നോക്കി. സോങ്സൊക്കെ ആയാലും സൗണ്ട് ക്വാളിറ്റി അത്രയ്ക്കില്ല എങ്കിലും കുഴപ്പമില്ല. ജസ്റ്റ് ഫോണിനേക്കാളും ഇച്ചിരി ക്ലാരിറ്റി കുറവാണ്, ഡിഫറൻസ് കാണും. സ്പീക്കറിനൊക്കെ വോളിയം കുറവാണ്. കണക്ടിവിറ്റി എന്ന് പറയുകയാണെങ്കിൽ ബ്ലൂടൂത്തൊക്കെ നല്ല സ്പീഡിലാണ് കണക്റ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് എന്തായാലും പുതിയൊരു വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ എല്ലാവർക്കും, എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും, എൻ്റെ എല്ലാ വ്യൂസിനും ഒരു അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ.